നന്നായിട്ട് പൊങ്ങി വരുന്ന പൂരിയും കൂടെ നല്ലൊരു പാലക് പനീർ കറിയുമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇത് പാലക് കറി നമുക്ക് ആദ്യം തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കെട്ട് പാലക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാനിൽ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പാലക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്കതിൽ നിന്നും പാലക്ക് എടുത്ത് മാറ്റാം. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് തണുക്കാനായിട്ട് വയ്ക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന നല്ല രുചികരമായ ഒരു പാലക്കറി നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം. അപ്പോൾ ഇതിനെ ഒന്ന് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. പാലക്ക് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 3 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട ഇതും കൂടെ ചേർക്കാം. അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇതിൻ്റെ കൂടെ ചേർക്കാം. കൂടെ ഒരു 4-5 വെളുത്തുള്ളി അല്ലിയൂടെ അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇതിന് നന്നായിട്ട് വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരേക്ക് വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് ഒരു സാമാന്യം വലിയ ഒരു സവാള പൊടിയായി അരിഞ്ഞത് ചേർക്കാം. ഇതിൻ്റെ കളർ മാറി വരുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ പച്ചവാസനയൊക്കെ മാറണം. അതുപോലെ തന്നെ നല്ലൊരു കളർക്ക് വന്നു തുടങ്ങണം. അതുവരേക്ക് വഴറ്റാം. അതിലേക്ക് ഒരു സവാളയല്ല തക്കാളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. തക്കാളി ഉള്ളിയൊക്കെ ചേർന്ന് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. രുചിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. കൂടെ ചേർന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ഇത് തക്കാളി ഒന്നുകൂടെ വെന്ത് കിട്ടും. ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മളിത് തയ്യാറാക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കാം. മുളക് പൊടി ആവശ്യാനുസരണം ചേർക്കാം. ഇവിടെ 1/2 ടീസ്പൂണാണ്. പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ട് 1/2 ടീസ്പൂണോളം മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ പച്ചവാസന ഈ പൊടികളുടെയൊക്കെ പച്ചവാസന മാറുന്നവരേക്കൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലക്ക് പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതെല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വയ്ക്കണം. അതിനുശേഷം തിളച്ചൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പനീർ ചേർക്കാം. പനീർ ഇവിടെ ഹോം മെയ്ഡാണ്, ഞാൻ തന്നെ തയ്യാറാക്കിയെടുത്താണ്. ഒരു 1.5 ഗ്ലാസ് പാലിൽ 1/2 മുറി നാരങ്ങ ചേർത്ത് തയ്യാറാക്കിയതാണ്. ആ പനീർ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പനീറുകൾ കിടന്നൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ കറി നല്ല പാകത്തിന് റെഡിയാവും. ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ടേസ്റ്റ് നന്നായിട്ട് കിട്ടാനായിട്ട് കസൂരി മേത്തി ഒന്ന് കൈകൊണ്ട് നമുക്ക് ഞെരടി അതിലേക്ക് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ക്രീം, 1 ടേബിൾ സ്പൂണോളം ക്രീം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്രീം ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്താലും മതിയാവും. വളരെ ടേസ്റ്റിയുള്ള പനീർ കറി നമുക്ക് ഇതുപോലെ പാലക് പനീർ തയ്യാറാക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ പൂരി തയ്യാറാക്കാം. പൂരി തയ്യാറാക്കാനായിട്ട് നിങ്ങൾ ഗോതമ്പ് പൊടിയുടെ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുക്കുകയാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് ഇതുപോലെ കുഴച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി തയ്യാറാക്കാൻ പറ്റും. നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. നല്ല ക്രിസ്പി, നല്ല സോഫ്റ്റുമായിട്ടുള്ള, പുറമെല്ലാം നല്ല കളറും ഒക്കെ വരും. പൂരി നമുക്ക് തയ്യാറാക്കാം. ഇതിനകത്ത് എണ്ണയൊന്നും ചേർത്ത് കുഴച്ചല്ല. നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. കണ്ടില്ല, നന്നായിട്ട് പൊങ്ങി വന്നിരിക്കുന്നത്. നല്ല ഷേപ്പിലും എല്ലാം ഉള്ള പൂരി ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം. അപ്പം പൂരി പാലക്ക് കറിയും തയ്യാറായിട്ടുണ്ട്, പാലക് പനീർ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം രേഖപ്പെടുത്താൻ മറക്കരുത്. ഹൈപ്പ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.